ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം, നമ്മൾ മാതാപിതാക്കൾ നന്മ ചെയ്താലാണ് മാതാപിതാക്കൾ നല്ലത് ചെയ്താലേ മക്കൾക്ക് നന്മ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടാ. വീഡിയോ അല്ല, പോസ്റ്റാന്ന് തോന്നുന്നു. കണ്ട് അത് 90% സത്യട്ടാ. മാതാപിതാക്കൾ നന്മ ചെയ്യണം, എന്നാലാണ് മക്കൾക്ക് നല്ലത് വരുള്ളൂ. മാതാപിതാക്കൾ നല്ലത് ചെയ്താലേ മക്കൾക്ക് നന്മ വരുള്ളൂ എന്ന്. അതായത് മാതാപിതാക്കൾ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പ് വെക്കുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ മാഷറേക്കുള്ള സമ്പാദ്യമാണ്. അതൊരിക്കലും മറ്റൊരാൾക്ക് അതിൻ്റെ ഗുണമൊന്നും മറ്റുള്ള ആൾക്കാർക്ക് കിട്ടില്ല. അത് അവരവർക്ക് മാത്രം വേണ്ടിയിട്ട് നാളത്തേക്കുള്ള സമ്പാദ്യമാണ് കേട്ടോ. ഈ ഹജ്ജ്, ഉംറ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അതൊക്കെ. ഇത് പക്ഷേ ഈ നന്മ എന്ന് പറയണത്, നല്ലത് ചെയ്യുക എന്ന് പറയണത്, കൂടപ്പിറപ്പിങ്ങളെ സ്നേഹിക്കുക, ബന്ധങ്ങൾ നിലനിർത്തുക, അതേപോലെ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക, പിന്നെ പട്ടിണി പാവങ്ങളോട് ദയ കാണിക്കുക, ഒരു രോഗാവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കഴിയുന്ന സഹായം എന്തെങ്കിലും അവർക്ക് എത്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാതാപിതാക്കൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മക്കൾക്ക് അതിൻ്റെ നന്മ മക്കൾക്ക് കിട്ടുമെന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ നന്മയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നമ്മുടെ മക്കൾ നന്നായിട്ട് താനേ നന്നാവും, നമ്മൾ നന്നാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൂടപ്പിറപ്പിങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അയൽക്കാരനെ, നമ്മുടെ മാതാപിതാക്കളെ കുടുംബങ്ങൾ, അവരനൊക്കെ നമ്മൾ കഴിയുന്ന വിധം ചേർത്ത് പിടിച്ചാലാണ് നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതിൻ്റെ ഗുണം നമ്മുടെ മക്കൾക്കാണ് കിട്ടുക. നമ്മുടെ മക്കൾ, നമ്മൾ മരിക്കും കാലം നമ്മുടെ മക്കൾ കഷ്ടപ്പെടണം നമ്മൾ കാണണ്ട. പിന്നെ നമുക്ക് അവരെ കൊണ്ട് എല്ലാവിധ ഉപകാരങ്ങളും ഇതൊക്കെ ഉണ്ടാവും ചെയ്യും. നമുക്ക് വയസ്സാവുമ്പോൾ നമ്മളതിനെ നോക്കാനും എല്ലാത്തിനും അവർക്കൊരു നല്ല മനസ്സുണ്ടാവും, സ്നേഹം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പറയുമ്പോൾ എന്താ പറയുക, ഞങ്ങളാരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല, പിന്നെന്താ ഞങ്ങളുടെ മക്കൾ ഇങ്ങനായി എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ ഒരാളെ ദ്രോഹിക്കുമ്പോൾ ഞാൻ ദ്രോഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ദ്രോഹിക്കുക. അതായത് എനിക്ക് തോന്നില്ല ഞാൻ ആളെന്നെ ദ്രോഹിക്കുന്നുണ്ടെന്നുള്ള, എനിക്ക് തോന്നില്ല. പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് തോന്നുക അവളെന്നെ ദ്രോഹിച്ച് എന്നുള്ളത് അനുഭവിക്കണവർക്ക് തോന്നുക. അപ്പോൾ അവരുടെ മനസ്സിൽ അവർ മക്കളെ തന്നെ പ്രാവൊന്നുമില്ല, അവർ മക്കളെ തന്നെ ശപിക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ അവരുടെ മനസ്സ് വേദനിക്കും. ആ വേദനിച്ച മനസ്സ് അത് അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ മക്കൾക്ക് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് പച്ചവെള്ളത്തിനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൂടപ്പിറപ്പിങ്ങളെ നമ്മൾ തിക്കിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ മക്കൾക്ക് തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ നല്ലത് ചെയ്താലേ മക്കൾക്ക് നന്മ വരുള്ളൂ എന്ന് ആൾ പോസ്റ്റ് ഇടാൻ കാരണം. ആരായിട്ടെന്നൊന്നും ഞാൻ നോക്കിയില്ല, അങ്ങനെ റീൽസുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അതുതന്നെയാണ്. നമ്മൾ കുടിക്കുന്നത് പോലെ തന്നെ നമ്മളെ കൂടപ്പിറപ്പിങ്ങൾക്കും കൊടുത്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ മക്കളും അതുകൊണ്ട് പഠിക്കുള്ളൂ. നമ്മൾ കൊടുക്കുമ്പോഴാണ്, നമ്മളതിനെ കൂടപ്പിറപ്പിങ്ങൾ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ്, അതേപോലെ ചേർത്ത് പിടിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ എൻ്റെ വീട്ടിലെ പ്രശ്നം പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു കാര്യം പോലെ തന്നെ ആ കാര്യത്തിനെയും കാണുമ്പോഴാണ്, ഇതൊക്കെ മക്കൾ കാണുമ്പോഴാണ് മക്കളത് പഠിക്കുന്നതാണ്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കും. അവർ നല്ല രീതിയിൽ ജീവിക്കും, പടച്ചോനും കൂടെ നിൽക്കും. അപ്പോൾ അവർക്ക് നല്ല നന്മകൾ, അവരുടെ ജീവിതം നന്നാവും, അവർക്ക് ജോലി നന്നാവും, അവർക്ക് കിട്ടുന്ന ഇണകൾ നന്നാവും, മക്കൾ നന്നാവും, ഒക്കെ ഉണ്ടാവും.
ഇത് നമ്മൾ നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മക്കളെ സുഖത്തിന് മാത്രം വേണ്ടിയിട്ട് എല്ലാവരും തിക്കി ആരും വേണ്ട അവർ വന്നാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ പഞ്ചസാര ചിലവാകുമെന്നും പറഞ്ഞിട്ട് കൂടപ്പിറപ്പിങ്ങളൊക്കെ അകറ്റി നിർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കാണ് മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവാതെ പോണതും മക്കൾ നല്ല നിലയിലാവാത്തതും പേരക്കുട്ടികൾ നന്നാവാത്തതും അങ്ങനത്തൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവണത്. അത് ആ പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ അത് സത്യമാണ്. നമ്മൾ നന്മ ചെയ്താൽ, മാതാപിതാക്കൾ നല്ലത് ചെയ്താൽ തന്നെ പിന്നെ അപ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾ നോമ്പോക്കുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറക്ക് പോയിട്ടുണ്ട്, ഒക്കെ ശരിയാ, അതൊന്നും ഇതിൽ പെടില്ല. അത് എന്താ, നാളെ മാശറയ്ക്കുള്ള സമ്പാദ്യമാണ്. എനിക്കവിടെ ചെന്ന് കിടക്കണമല്ലോ, അല്ലെങ്കിൽ ആ ആൾക്ക് അവിടെ പോയി മരിച്ചു പോയി അവിടെ കിടക്കണ്ട, അതിനുള്ള സമ്പാദ്യമാണ്, അവിടെ വിളിച്ചാവാനുള്ള സമ്പാദ്യമാണ്. അല്ലാണ്ട് ദുനിയാവിൽ നമ്മുടെ മക്കളും മക്കളും ഒക്കെ ആയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള നന്മ അല്ല അത് ഇതന്നെ. അങ്ങനെ നമ്മുടെ മക്കൾക്ക് നന്മ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പറയുന്ന ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, ആങ്ങളെ കല്യാണം കഴിച്ച് ഡിവോഴ്സായി കഴിഞ്ഞാൽ, ആണ് ഡിവോഴ്സായാലും പെണ്ണ് ഡിവോഴ്സായാലും ഒക്കെ പറയും ഇങ്ങനെ നിന്നാൽ പറ്റുമോ, എന്നും ഉമ്മയും ബാപ്പി ഉണ്ടാവുമോ, ആങ്ങളന്മാർ നോക്കുമോ, പെങ്ങന്മാർ നോക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു ഇതൊക്കെ ആദ്യം കേട്ടിരുന്നിട്ടാണ്. ഞാൻ പറഞ്ഞിട്ട് പെങ്ങന്മാർ നോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പെങ്ങന്മാരെ തന്നെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പെങ്ങന്മാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളും അവരെ പെങ്ങന്മാരെ തന്നെ അവർ നോക്കും. നമ്മുടെ മക്കളും തമ്മിൽ സ്നേഹത്തിൽ നമ്മുടെ കാലം കഴിഞ്ഞാലും ജീവിക്കും. ഇത് തന്തവള്ളാരെ കാലം കഴിഞ്ഞിട്ട് മുന്നേ കോഴി വിരിച്ചിറക്കി കൊത്തിയാട്ടും പോലെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയാട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാലം കഴിഞ്ഞാലും അവർ തമ്മിലൊരു ബന്ധവും ഉണ്ടാവില്ല. എത്രയോ വീടുകളിലുണ്ട് അങ്ങനെ പെങ്ങന്മാരേനെ ആങ്ങളന്മാർ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉള്ള കാലത്തും പെങ്ങന്മാരേനെ നോക്കി മരിപ്പിച്ച എത്രയോ വീടുകളുണ്ട്. ആ വീടുകളിൽ തന്നെ അവരുടെ മക്കൾ അവർ മരിച്ചു പോയിട്ടും അവരുടെ മക്കൾ അവരുടെ പെങ്ങന്മാരേനെ പൊന്നു പോലെ നോക്കുന്നത് കാണുന്നുണ്ട്. ഇത്രയെങ്കിലും വീടുകൾ അങ്ങനത്തെ ഉണ്ട്, ഇങ്ങനെയുള്ള വീടുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ സഹോദരങ്ങളെ കണ്ടാലാണ് നോക്കണതും അവരെ സ്നേഹിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതും ഒക്കെ കണ്ടാലാണ് എൻ്റെ മക്കളും അത് പഠിക്കുള്ളൂ. അപ്പോഴാണ് എൻ്റെ മക്കളും ഞാൻ ഇല്ലാണ്ടിരുത്ത കാലം വന്നാലും എൻ്റെ മക്കൾ എല്ലാവരും ഒരേപോലെ സ്നേഹിച്ചും സഹകരിച്ചൊക്കെ ജീവിക്കുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ സംസാര വിഷയം. ഇന്നിപ്പോൾ കറണ്ടൊന്നും ഇല്ല, എന്നാലും കറണ്ട് ഒരു 10 മിനിറ്റ് നേരം വന്നപ്പോൾ ഞാനൊരു ലൈവ് ഇട്ട് നോക്കിയപ്പോൾ ലൈവായി റെക്കോർഡായി അത് ഡിലീറ്റായി പോയി. അത് ഞാൻ അറിയാണ്ട് ഡിലീറ്റ് അടിച്ച് പോയി വന്നിട്ട് ഞാൻ എഡിറ്റ് അടിക്കണേന് ഡിലീറ്റ് അടിച്ച്, അപ്പോൾ അത് അങ്ങനെ പോയി, പിന്നെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. രാവിലെ ലൈവ് ഇട്ടത് അപ്ലോഡാക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ കറണ്ടൊന്നുമില്ല, കറണ്ടൊക്കെ വരുമ്പോൾ വരട്ടെ. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഓക്കെ എന്നാൽ.